ഹലോ നമസ്കാരമുണ്ട്. നമ്മളൊരു ചങ്ങായിൻ്റെ ഒരു അധ്വാനം കണ്ടില്ലേ. ഗൾഫിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും, ഒരു കുരുമുളക് തോട്ടം ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട്. നമ്മളെ എടപ്പാൾ നടുവട്ടം നമ്മളെ നൗസാക്ക അങ്ങനെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അധികം നേരം യൂട്യൂബിലിരിക്കലാണ്. അത് പ്രത്യേകിച്ച് ഈ കൃഷി കാര്യങ്ങൾ താല്പര്യമുള്ള വ്യക്തികളെ കൂടുതലായിട്ട് അങ്ങനെയുള്ള വീഡിയോസാണ് ആൾക്കാരും കാണുന്നത്. അങ്ങനെ യൂട്യൂബിലൂടെ നമ്മളെ വീഡിയോസ് കണ്ട് നമ്മുടെ നവാസ്ക അവിടുന്ന് വിളി തുടങ്ങിയതാണ്. എങ്ങനെയായാലും നാട്ടിലൊരു മാസം ലീവിന് വന്ന് കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ സംസാരിച്ച് നാട്ടിൽ വന്ന് ഞങ്ങളവിടെ ചെന്ന് സ്ഥലങ്ങളൊക്കെ നോക്കി ഉള്ള സ്ഥലത്ത് ഞങ്ങളൊരു 100 കാല് പന്നീരൊന്ന് നമ്മൾ PVC ചെയ്ത് കൊടുത്താണ്. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇപ്പം ഇന്ന് ഞാനൊരു മാസമായിട്ട്, അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഇന്ന് ചെന്നപ്പോൾ കിള കയറിയിട്ടുണ്ട്, പുല്ല് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിക്കല്ലാണ്. പിന്നെ അതുപോലെ വളം ചെയ്യാനുമുണ്ട്. നമ്മുടെ ഡ്രമ്മിലെ പച്ചച്ചാണകം, വേപ്പ് പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ഒക്കെ കൂടെ ഇട്ട് റെഡിയാക്കി വെച്ചാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കിള പറിച്ച് ഈ കിള ഇങ്ങനെ പറിച്ച് ഒഴിവാക്കിയിട്ട് ഒരു കോപ്രോസി കൊടുക്കുക. കോപ്രോസി കൊടുത്തൊരു 10 ദിവസം കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഉണ്ടാക്കി വെച്ച സ്ലറി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ സാധുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഓലുപ്പാക്കും തന്നെ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഓലിത് ചെയ്യുന്നത്, ഓല് അനിയനും ജ്യേഷ്ഠനും കൂടെ. അപ്പോൾ ഏതായാലും മാഷാഅല്ലാഹ് ഞാൻ ഇന്നൊരു മാസം കഴിഞ്ഞിട്ട് പോയി നോക്കിയാൽ നല്ലൊരു വളർച്ച കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, വള്ളികളൊന്നും പോയിട്ടില്ല, അൽഹംദുലില്ലാഹ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക, നമ്മൾ വന്ന് ചെയ്തു തരും. ഓക്കെ, നല്ലൊരു ക്ലിയർ തോട്ടാണ്. കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ കണ്ടപ്പോൾ ഒന്നും പോയിട്ടില്ല, അതാണ് വലിയൊരു സന്തോഷം. കാരണം ഒരു ചെടിയും പോയിട്ടില്ല. പിന്നെ വലിയ നോട്ടമൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല മണ്ണുമാണ്, കുരുമുളക് വളരാൻ പറ്റിയ നല്ലൊരു മണ്ണുമാണ്. അതുമാത്രമല്ല പിന്നെ ഇതാണ് നമ്മളെ ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടെ ഇട്ട് പുളിപ്പിച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിൻ്റെ ഇടയിലായിട്ട് നമ്മൾ മാസത്തിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ ചെറിയ അളവിൽ നമുക്കതൊരു 5-8 മാസം ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും. കാരണം ഒരു 4-5 കപ്പ് എടുത്ത് ഒരു 20 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബക്കറ്റിലേക്ക് ഒഴിച്ച് ഫുള്ളായിട്ട് വെള്ളം പാർന്ന് നമ്മളത് ഓരോ മുരടിലും ചുറ്റുഭാഗമായിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വാസ്ക നല്ല പുല്ല് പറയലാണ്. ഏതായാലും നാളെ പോവാണ് ആൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നത്തെ പരിപാടികളൊക്കെ കേൾക്കുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ്, വലിയൊരു ആഗ്രഹമാണ്. കാരണം എന്താ പറയുക, കുറച്ച് ദിവസത്തിനുള്ളിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നവാസ്ക ഒരു ഹായ് പറയും, ഒരു ഹായ് ഓടിക്കും. ഏതായാലും നിങ്ങളെ തോട്ടം ഉഷാറായിട്ടുണ്ട്, ഒരു ഹായ് ഓടിക്കും. ഓക്കെ, പിന്നെ ഒന്ന് ക്യാമറക്ക് നോക്കി.